ജെറമിയ പ്രവാചകന്റെ പുസ്തകം 15:19 വചനം പറയുന്നുണ്ട്, വിലകെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ കർത്താവിന്റെ നാവ് പോലെയാകുന്ന വചനം പറയും. വിലകെട്ടതൊന്നും പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ കർത്താവിന്റെ നാവ് പോലെയാകും എന്ന് പറഞ്ഞാൽ നീ പറയുന്നൊക്കെ സംഭവിക്കുന്നു. എഫെസൂസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ആത്മീയ ചൈതന്യം നൽകുന്ന രീതിയിൽ സംസാരിക്കുവിൻ. നിങ്ങളുടെ സംസാരം മറ്റുള്ളവർക്ക് ആത്മീയ ചൈതന്യം നൽകുന്നതായിരിക്കണം. നമ്മൾ നിരന്തരം ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. പ്രഭാതം മുതൽ രാത്രികാലം വരെ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ്. നമ്മൾ എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? കർത്താവ് പറഞ്ഞു, വിലകെട്ടതൊന്നും പറയാതിരിക്കുക. ഒന്ന് നമ്മുടെ വില കളയുന്നത്, വേറെ ഒന്ന് മറ്റുള്ളവരുടെ വില കളയുന്നതുമായ രീതിയിലുള്ള സംസാരങ്ങള് കർത്താവ് പറയാണ്. പൗലോസ്ലീഹ ശക്തമായിട്ട് പറയാണ്, നിങ്ങൾ തിന്മയായിട്ടുള്ളതൊന്നും ആരെക്കുറിച്ചും തിന്മ പറയാതിരിക്കുക. തിന്മ പറയാതിരിക്കുക എന്ന് പറയുമ്പോൾ പൗലോസ്ലീഹ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് പറയണം? നന്മ പറയണം, അല്ലെ? തിന്മ പറയാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലല്ല. തിന്മ പറയാതിരിക്കുമ്പോ നമ്മുടെ പുണ്യ ജീവിതത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള നന്മ സംസാരിക്കുക. അതുകൊണ്ടാണല്ലോ പുണ്യ ജീവിതമായിട്ടുള്ള സംസർഗം നമ്മുടെ ജീവിതത്തെ പുണ്യത്തിൽ വളർത്തും. പാപ കൂട്ടുകെട്ടുകൾ നമ്മളെ പാപത്തിലേക്ക് എത്തിക്കുള്ളൂ, പുണ്യ ജീവിതത്തിലേക്ക് ഒന്നും എത്തിക്കുകയല്ല എന്ന് പറയുന്ന പോലെ നമ്മൾ നിരന്തരം തിന്മ സംസാരിക്കുന്ന കൂട്ടുകെട്ടിൽ നമ്മൾ ആയിരിക്കുക. മറ്റുള്ളവരെ കുറിച്ച് പരിഹാസങ്ങളിലൂടെ കുറ്റപ്പെടുത്തലിന്റെ ആ കൂട്ടായ്മയിൽ നമ്മൾ ആയിരുന്നാൽ നമ്മുടെ ആത്മാവിൽ ഒരിക്കലും തെളിച്ചുകൊണ്ടാകില്ല. എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇങ്ങനെയെന്നല്ല, പൈശാചികമായ അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം പോകുന്നുള്ളതാണ്. അവിടെ നമ്മൾ കണ്ടെത്തേണ്ടതും കണ്ടുപിടിക്കേണ്ടതും ഒരു കൂട്ടുകെട്ടാണ് പുണ്യ ജീവിതത്തിൽ നമ്മളെ വളർത്തുന്ന, നന്മ സംസാരിക്കുന്ന, സുവിശേഷം പറയുന്ന, അവരുടെ ആത്മാവിന്റെ ഉന്നതിയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകെട്ട് നമ്മൾ ഉണ്ടാക്കണം. അത് നമ്മൾ കണ്ടെത്തണം. അതിന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കർത്താവ് തരും. കൊറോണയ്ക്ക് മുമ്പൊക്കെ എങ്ങനെയാണെന്നറിയാവോ? രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലുള്ളവര് പുറത്തേക്ക് ജോലിക്കൊക്കെ പോയാൽ പിന്നെ അയൽവക്കത്തുള്ള എല്ലാവരും കൂടി എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയിരുന്ന് പിന്നെ സംഭാഷണമാണ്. എന്നതാ പറയുന്നേ? സുവിശേഷമോ? നമ്മൾ 3 പേരെ കാണും, എന്താ പറയുന്നേ? അപ്പോഴായിരിക്കും നമ്മുടെ അയൽവക്കത്തുള്ള അവന്റെ കാര്യം, അവളുടെ കാര്യം, അവന്റെ മോള് ഒളിച്ചോടിപ്പോയ കാര്യം. ഇതൊന്നും അറിഞ്ഞില്ലെന്നാ ചോദിക്കുന്നേ. അവരറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ വലിയ സ്നേഹമുള്ളതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞ് 10 പേരെടുത്ത് അറിയിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പൗലോസ്ലീഹ പറയാണ്, നന്മയായിട്ടുള്ളത് മാത്രം സംസാരിക്കുക, മറ്റുള്ളവരെ കുറിച്ച് തിന്മ സംസാരിക്കാതിരിക്കുക. ഇതിന് ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് വേണം, ശക്തമായ ഒരു എഫേർട്ട് നമുക്ക് അല്ലെങ്കിൽ പറ്റില്ല. കാരണം ഇതൊക്കെ നമ്മൾ നിരന്തരം എല്ലാ സമയവും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ നാവിൽ നിന്നും നന്മയായിട്ടുള്ളത് വരണമെങ്കിൽ നിരന്തരം ഒരു ആലോചന, ഒരു ബോധപൂർവം ഒരു ആലോചനയുടെ ബാക്കിപത്രം എന്നോണമേ നന്മയായിട്ടുള്ളത് നമുക്ക് സംസാരിക്കാൻ പറ്റും. കാരണം നമ്മുടെ ചുറ്റുപാട് അത്ര തിന്മയുണ്ട്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മുടെ ചുറ്റുപാടും അതുപോലെ തിന്മയുള്ളത് കൊണ്ടും നമ്മുടെ കൂടെ വസിക്കുന്നവർക്കും നമ്മുടെ ചുറ്റുപാടും വസിക്കുന്നവർക്കും അതുപോലെ തിന്മയുള്ളത് കൊണ്ടും നമ്മളിൽ നന്മ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള തിന്മയെ അടിച്ചമർത്തിയിട്ട് അവരിലുള്ള നന്മയും നമ്മളിലുള്ള നന്മയും നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നന്മയിലും പുണ്യത്തിലും വളരാൻ പറ്റൂ.